ഒരാഴ്ചക്കാലം ഒലിവർ ട്വിസ്റ്റ് ആ ഇരുട്ട് മുറിയിൽ കിടന്നു. പകൽ സമയത്ത് പോലും വെളിച്ചം കടന്നു വരാത്ത ഒരു കുടുസു മുറിയായിരുന്നു അത്. പകൽ മുഴുവനും അവൻ കഴിഞ്ഞുകൂടിയത് കരഞ്ഞുകൊണ്ടാണ്. രാത്രിയിൽ തൻ്റെ കുഞ്ഞു കൈപ്പടം കൊണ്ട് കണ്ണുകൾ മറയത്തക്ക വിധം പൊത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർന്ന് ഉറക്കം വരാതെ കിടക്കും. രാത്രിയിൽ ഭയന്ന് വിറച്ച് ഉണരുകയും ഉച്ചത്തിൽ കരയുകയും ചെയ്യും. കാറ്റും വെളിച്ചവും ആ മുറിക്കകത്തേക്ക് പ്രവേശിക്കുന്നതിന് പോലും വിലക്കുണ്ടായിരുന്നത് പോലെയാണ് അവന് തോന്നിയത്. കൊടും ഭീകരന്മാരായ കുറ്റവാളികളെ ഏകാന്ത തടവിൽ കിടത്തുന്നത് പോലെയാണ് ബോർഡ് അധികാരികൾ അവനെ പാർപ്പിച്ചത്. ഇടവേളകളിൽ അവൻ തണുത്തു വിറങ്ങലിച്ച തറയിൽ നിന്നും എഴുന്നേറ്റ് ഇരുമ്പ് വാതിലുകളിൽ പിടിച്ചുകൊണ്ട് അകലേക്ക് നോക്കി നിൽക്കും. അവൻ്റെ കാഴ്ചയ്ക്ക് അപ്പുറത്തെങ്ങും പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഏകാന്ത തടവുകാർക്കുണ്ടായിരുന്ന അതേ നിയമങ്ങൾ തന്നെയാണ് ഇവിടെ കുഞ്ഞൊലിവർക്ക് നേരെയും നടപ്പിലാക്കിയത്. അവൻ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. കളിക്കാനും പുറത്ത് സ്വതന്ത്രമായി നടക്കാനും, എന്തിനേറെ പറയണം, അവന് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള അനുവാദം പോലും നിഷേധിച്ചിരുന്നു. ഭക്ഷണ സമയത്ത് പോലും അവനെ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കാൻ മാറ്റി നിർത്തിയിരുന്നു. അവനുള്ള ഏറ്റവും വലിയ ശിക്ഷ തണുത്ത വെള്ളത്തിൽ കൊടുംതണുപ്പിൽ കുളിപ്പിക്കുക എന്നതാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രകൃതി തന്നെ തണുത്തു മരവിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അവനെ വലിച്ചിഴച്ച് കല്ലുപാകിയ മുറ്റത്തേക്ക് കൊണ്ടുവരും. തുടർന്ന് വിവസ്ത്രനാക്കും. രണ്ടുപേർ ബലമായി പിടിച്ചിരുത്തി തലവഴിയെ തണുത്ത വെള്ളമൊഴിക്കും. കുഞ്ഞൊലിവർ തണുത്തു വിറച്ച് വെപ്രാളം കാണിക്കുമ്പോൾ ബംബ്ലർ അവനെ മുളവടി കൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കും. ഈ ക്രൂരതകളെല്ലാം അവനെ നന്നാക്കുന്നതിനുള്ള ചെറിയ ചെറിയ ശിക്ഷകളായിട്ടാണ് ബോർഡും പള്ളി അധികാരികളും കണ്ടിരുന്നത്. സമൂഹത്തിനുള്ള പാഠങ്ങളായിട്ടാണ് അവർ അത്തരം ക്രൂരതകളെ വ്യാഖ്യാനിച്ചിരുന്നത്. ഈ വക പീഡനങ്ങളുമായി അവൻ ഏതാണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രഭാതത്തിൽ അനാഥാലയത്തിൻ്റെ ഗേറ്റിനു മുന്നിൽ തൂക്കിയിരുന്ന പരസ്യവാചകങ്ങൾ ഗംഫീൽഡ് എന്ന പുകക്കുഴൽ തൊഴിലാളിയുടെ കണ്ണിൽപ്പെട്ടു. അയാൾ സാമ്പത്തികമായി നല്ല ഞെരുക്കത്തിലായിരുന്നു. നിത്യവൃത്തി കഴിക്കാൻ തന്നെ പാടുപെടുന്ന അവസ്ഥയിൽ. മാത്രവുമല്ല, അയാൾ താമസിച്ചിരുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്. വാടക ഇനത്തിൽ അയാൾ കെട്ടിട ഉടമയ്ക്ക് 5 പൗണ്ട് കുടിശ്ശിക വരുത്തിയിരുന്നതിനാൽ വീട് ഒഴിഞ്ഞുകൊടുക്കാൻ ഉടമ അയാളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സമയം. അന്ന് പ്രഭാതത്തിൽ തൻ്റെ കെട്ടിട ഉടമയുടെ കടം എങ്ങനെ തീർക്കും എന്നാലോചിച്ചുകൊണ്ട് തൻ്റെ കഴുതവണ്ടിയിൽ വിഷണ്ണനായി ഇരിക്കുകയാണ് ഗംഫീൽഡ്. പതിവുപോലെ തൻ്റെ യജമാനനെയും വലിച്ചുകൊണ്ട് കഴുത മുന്നോട്ട് നടന്നു. ഹൈ സ്ട്രീറ്റ് തെരുവിലെ അനാഥാലയത്തിന് മുന്നിലെത്തിയപ്പോഴാണ് ആ പരസ്യം അയാളുടെ കണ്ണിൽപ്പെട്ടത്. അയാൾ കഴുതയുടെ വാലിൽ പിടിച്ചു വലിച്ചു. എന്നാൽ പതിവായി എത്താറുള്ള സ്ഥലം എത്തിയിട്ടില്ലാത്തതിനാൽ കഴുത തൻ്റെ യജമാനൻ്റെ ഇംഗിതം എന്താണെന്ന് മനസ്സിലാക്കിയില്ല. അത് മുന്നോട്ട് തന്നെ നടന്നു. ഗംഫീൽഡ് വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി കഴുതയുടെ തലയ്ക്കിട്ട് ആഞ്ഞിടിച്ചു. കഴുതയല്ല തൻ്റെ യജമാനനെന്ന് അതിനെ ബോധ്യപ്പെടുത്താനെന്നവണ്ണം അതിൻ്റെ കീഴ്ത്താടിയിൽ വീണ്ടും പ്രഹരിച്ചു. തുടർന്ന് വീണ്ടും ആ പാവം ജീവിയുടെ തലമണ്ട നോക്കി ഒരു ഇടി കൂടി കൊടുത്തു. പിന്നീട് അയാൾ പിന്നിലേക്ക് നടന്ന് അനാഥാലയത്തിൻ്റെ ഗേറ്റിൽ തൂക്കിയിരുന്ന പരസ്യത്തിന് മുന്നിലെത്തി. കുനിഞ്ഞു നിന്ന് അത് വായിക്കാൻ ശ്രമിച്ചു. തൻ്റെ കടം തീർക്കാനുള്ള പണവും പരസ്യത്തിലെ വാഗ്ദാനവും ഒന്നു തന്നെയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അയാൾ പരസ്യത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അങ്ങനെ നിന്നു. വെള്ളക്കോട്ടുധാരിയായ ബോർഡ് മെമ്പർ ഈ സമയത്ത് അനാഥാലയത്തിന് പുറത്തുള്ള മുറ്റത്തുകൂടി ഉലാത്തുന്നുണ്ടായിരുന്നു. ഗംഫീൽഡും അയാളുടെ കഴുതയും തമ്മിലുള്ള തർക്കം അയാൾ കാണുന്നുമുണ്ടായിരുന്നു. ഗംഫീൽഡ് കഴുതയുടെ തലമണ്ടയ്ക്കടിക്കുന്നത് അയാൾ ഒരു ചെറു ചിരിയോടെ ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു. അതിനുശേഷം ആ മനുഷ്യൻ മതിലിൽ പതിച്ചിരിക്കുന്ന പരസ്യം വായിച്ച് മനസ്സിലാക്കുന്നതും അയാൾ കണ്ടു. ഒലിവർ ട്വിസ്റ്റിനെ പോറ്റാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ അയാൾ തന്നെയെന്ന് വെള്ളക്കോട്ടുകാരൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇതേ സമയത്ത് തന്നെ കഴുതക്കാരൻ്റെ മുഖത്തും ഒരു ചെറു പുഞ്ചിരി വരുന്നു. തനിക്ക് ആവശ്യമുള്ളത് 5 പൗണ്ടാണ്. അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഭക്ഷണമായി എന്താണ് നൽകുന്നതെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അവിടുത്തെ കൽക്കരി ഫർണസുകളുടെ കരി കഴുകി വൃത്തിയാക്കിയിരുന്നത് അയാളായിരുന്നു. ആ പരസ്യവാചകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അയാൾ പലയാവർത്തി വായിച്ചതിന് ശേഷം തൻ്റെ തലയിലെ രോമത്തൊപ്പി നേരെയാക്കി വെച്ചുകൊണ്ട് മുറ്റത്ത് നിന്നിരുന്ന വെള്ളക്കോട്ടുധാരിയോട് വിളിച്ചു ചോദിച്ചു, "സർ, ആ കുട്ടി ഇവിടെ തന്നെയുണ്ടോ?" "ഉണ്ടല്ലോ." ചിരിച്ചുകൊണ്ടാണ് വെള്ളക്കോട്ടുധാരി മറുപടി പറഞ്ഞത്. അയാൾ തുടർന്നു, "നിങ്ങൾക്ക് എന്തിനാണ് ആ ചെക്കനെ?" "സർ, ഞാനൊരു പുകക്കുഴൽ തൊഴിലാളിയാണ്. തൊഴിൽ പരിശീലിപ്പിക്കാൻ ഒരു പയ്യനെ എനിക്ക് ആവശ്യമുണ്ട്. അകത്തേക്ക് വരൂ." വെള്ളക്കോട്ടുധാരി വിളിച്ചു പറഞ്ഞു. ഗംഭീൽഡ് തൻ്റെ കഴുതയുടെ നേർക്ക് വീണ്ടും തിരിഞ്ഞു. അതിനെ തലമണ്ട നോക്കി നല്ലൊരിടി വീണ്ടും കൊടുത്തു. കീഴ്ത്താടി പിടിച്ച് തിരിച്ചു. കഴുത വേദന കൊണ്ട് പുളഞ്ഞു. തൻ്റെ അഭാവത്തിൽ അവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കരുതെന്ന ഒരു മുന്നറിയിപ്പാണ് അയാൾ കഴുതയ്ക്ക് നൽകിയത്. തുടർന്ന് അയാൾ വെള്ളക്കോട്ടുധാരിയോടൊപ്പം ഹാളിലേക്ക് പ്രവേശിച്ചു. ബോർഡിൻ്റെ ചെയർമാൻ മിസ്റ്റർ ലിംകിൻസ് അയാളുമായി സംസാരിച്ചു. ഒലിവർ ട്വിസ്റ്റിനെ അയാൾക്ക് നൽകുന്നതിന് ബോർഡ് അംഗങ്ങൾക്ക് എതിർപ്പില്ലായിരുന്നു. വെള്ളക്കോട്ടുധാരിക്കാണ് കൂടുതൽ സന്തോഷം തോന്നിയത്.
കാരണം ഗംഫീൽഡിന്റെ തൊഴിൽ പരിശീലകരായ 2-3 കുട്ടികൾ ഇതിനോടകം തന്നെ അയാളുടെ പീഡനങ്ങളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന രഹസ്യം അയാൾക്കറിയാമായിരുന്നു. ബോർഡ് ചിന്തിച്ചത് ഒലിവറിനെ ഒഴിവാക്കുന്നതിലൂടെ ഒരു വലിയ തുക പള്ളിക്ക് ലാഭമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഗംഫീൽഡ് ഒലിവറിനെ കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ 5 പൗണ്ട് എന്ന വാഗ്ദാനം അവർ വിട്ടുകളയുകയും അയാളുമായി ഒരു വിലപേശലിലേക്ക് എത്തുകയും ചെയ്തു. ലിംകിൻസാണ് സംസാരിച്ചത്. 3 പൗണ്ടും 10 ഷില്ലിങ്ങും അത്രയുമേ ബോർഡ് നൽകൂ. അത് വളരെ കൂടുതലാണ്. വെള്ളക്കോട്ടുധാരി ഒച്ച വെച്ചു. ഇല്ല, 4 പൗണ്ടെങ്കിലും തരാതെ ഈ കരാറിന് ഞാനില്ല. ഗംഫീൽഡ് ശാഠ്യം പിടിച്ചു. തരാനൊക്കില്ലെന്ന് ലിംകിൻസും. 3 പൗണ്ട് 15 ഷില്ലിങ്ങെങ്കിലും തരണമെന്നായി ഗംഫീൽഡ്. ഇത് കേട്ടപ്പോൾ വെള്ളക്കോട്ടുധാരിക്ക് കരകയറി. ആ തെണ്ടിച്ചെക്കനെ ഇത്രയും കാലം പോറ്റാനായി പള്ളിക്ക് നല്ലൊരു തുക തന്നെ ചെലവായിട്ടുണ്ട്. ഇപ്പോൾ അവനെ ഞങ്ങൾ നിനക്ക് തരുന്നത് യാതൊരു പ്രതിഫലവും ഇങ്ങോട്ട് വാങ്ങുന്നില്ല എന്ന് മാത്രവുമല്ല, 3 പൗണ്ടും 5 ഷില്ലിങ്ങും നിനക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ കൂടുതലൊന്നും നീ പ്രതീക്ഷിക്കേണ്ട. ഗംഫീൽഡ് ബോർഡ് മെമ്പർമാരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. അവരെല്ലാം പുഞ്ചിരി തൂകിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാളും ചിരിച്ചു. അങ്ങനെ 3 പൗണ്ട് 5 ഷില്ലിംഗ് കരാർ ഉറപ്പിച്ചു. അന്ന് വൈകുന്നേരം മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് ഗംഫീൽഡുമായി ബോർഡ് കരാർ പത്രത്തിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചു. തൻ്റെ ജീവിതം വീണ്ടും മാറിമറിയുകയാണെന്നറിയാതെ ആ കെട്ടിടത്തിലെ ഇരുളടഞ്ഞ മുറിയിൽ ഏകനായി ഒലിവർ സമയം ചെലവഴിച്ചു. ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ബംബിൾ അവൻ്റെ അടുത്തെത്തി അവനെ തടവറയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. അന്ന് വരെ അയാളിൽ കണ്ടിട്ടില്ലാത്ത സ്നേഹപ്രകടനങ്ങളാണ് അവൻ അപ്പോൾ കണ്ടത്. അവനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയും പുതിയ വസ്ത്രങ്ങൾ അണിയിക്കുകയും ചെയ്തു. പതിവിലും കൂടുതൽ കഞ്ഞിയും അതുകൂടാതെ അധികമായി 2 കഷ്ണം ബ്രെഡും വെണ്ണയും അന്നേ ദിവസം അവന് നൽകാനും ബംബിൾ മറന്നില്ല. പതിവില്ലാത്ത സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ ഒലിവർ ചിന്തിച്ചത് അവർ തന്നെ തൂക്കിലേറ്റാൻ കൊണ്ടുപോവുകയാണെന്നാണ്. തന്നെ കഴിവിലേറ്റുന്നതിന് മുമ്പായിട്ടുള്ള അവസാനത്തെ അത്താഴമാണ് നൽകുന്നതെന്നും അവൻ ഓർത്തു. അതുകൊണ്ട് തന്നെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ടാണ് അവൻ കഞ്ഞി മോന്തി കുടിച്ചത്. അപ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ബംബിൾ അവനെ ആശ്വസിപ്പിച്ചു. ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് കരയുന്നത് ഒരു സത്യക്രിസ്ത്യാനിക്ക് ചേർന്നതല്ലെന്നും അന്നം തരുന്ന ദൈവത്തോട് നന്ദി പറയാനും അയാൾ ഉപദേശിച്ചു. ബംബിളിൻ്റെ സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റം അവൻ്റെ കരച്ചിലടക്കി. അയാൾ തുടർന്നു. ഒലിവർ, നിന്നെ പോറ്റി വളർത്താൻ ഒരു രക്ഷകൻ വന്നിട്ടുണ്ട്. അയാൾ വളരെ ദയയുള്ളവനും മാന്യനുമാണ്. അയാൾക്ക് നിന്നെപ്പോലെ വേറെയും കുഞ്ഞുങ്ങളുമുണ്ട്. അയാൾ നിന്നെ മകനായി തന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പള്ളിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, നിനക്കറിയാമോ, നിനക്ക് വേണ്ടി ഈ പള്ളി അയാൾക്ക് നൽകുന്നത് 3 പൗണ്ടും 10 ഷില്ലിങ്ങുമാണ്. ഇന്നേ വരെ ഈ പാരിഷ് ഇത്രയും തുക ഒരു അനാഥ ചെക്കൻ്റെ നന്മയ്ക്ക് വേണ്ടി നൽകിയിട്ടില്ലെന്നും നീ ഓർക്കണം. ഇത്രയും പറഞ്ഞിട്ട് ബംബിൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. ഒലിവർ വീണ്ടും വിങ്ങിക്കരയാൻ തുടങ്ങി. അവൻ്റെ കവിളിലൂടെ കണ്ണുനീർ തുടർച്ചയായി ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. ബംബിൾ പിന്നെയും പിന്നെയും ഒലിവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. കഞ്ഞിയും ബ്രെഡും കഴിച്ചു തീർത്തപ്പോൾ ബംബിൾ ഒലിവറോട് മുഖം തുടച്ച് സന്തോഷത്തോടെ ഇരിക്കാനും മജിസ്ട്രേറ്റിന് മുന്നിലെത്തുമ്പോൾ ചിരിച്ച മുഖമായിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. അയാൾ പറഞ്ഞതെല്ലാം ഒലിവർ അനുസരിച്ചു. ഒരു തൊഴിൽ പരിശീലിക്കുന്നതിനായി ആ മനുഷ്യനൊപ്പം പോകാൻ ഒരുക്കമാണോ എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോൾ താല്പര്യമുണ്ട് എന്ന് സന്തോഷത്തോടെ പറയണമെന്നും ബംബിൾ അവനോട് പറഞ്ഞു. അവൻ തലയാട്ടി സമ്മതിച്ചു. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നിന്റെ വിധി പിന്നീട് എന്താണെന്ന് എനിക്ക് പോലും നിശ്ചയമില്ലെന്ന് പറഞ്ഞ് അവനെ ഭയപ്പെടുത്തുവാനും ബംബിൾ മറന്നില്ല. ബംബിൾ ഒലിവറയും കൊണ്ട് ഒരു ചെറിയ മുറിയിലെത്തി. അവനെ അവിടെ നിർത്തിയിട്ട് താൻ വരും വരെ അവിടെ തന്നെ ഉണ്ടാവണമെന്ന് നിർദ്ദേശിച്ച ശേഷം പുറത്തേക്ക് പോയി. ആശങ്ക നിറഞ്ഞ ഹൃദയവുമായി അവൻ അരമണിക്കൂറോളം അവിടെ തന്നെ നിന്നു. തൻ്റെ പുതിയ രക്ഷിതാവ് ആരായിരിക്കും? അയാൾ എന്തിനാണ് തന്നെ കൊണ്ടുപോകുന്നത്? തുടങ്ങി നിരവധി ആശങ്കകൾ ആ കുഞ്ഞു മനസ്സിനെ വേട്ടയാടി. അരമണിക്കൂറിന് ശേഷം തിടുക്കത്തിൽ ഒരു കൈയിൽ തൻ്റെ തൊപ്പിയും പിടിച്ചുകൊണ്ട് ബംബിൾ കടന്നു വന്ന് ഒലിവറിൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് ഒച്ച വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ഒലിവർ, നീ ഇങ്ങനെ അകത്തേക്ക് വരൂ. ആ മാന്യന്മാരായ മനുഷ്യരെ വണങ്ങൂ. പിന്നീട് അയാൾ ഒലിവറിൻ്റെ നേർക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി ചെവിയിൽ ഒരു ഭീഷണി സ്വരത്തിൽ മന്ത്രിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിലുണ്ടല്ലോ കൊച്ചു തെമ്മാടി. ഭയന്നുപോയ ഒലിവർ ബംബിളിൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ എന്തോ പറയാനാഞ്ഞെങ്കിലും അകത്തിരുന്ന മാന്യന്മാരുടെ ശബ്ദം അതിന് തടസ്സമുണ്ടാക്കി. ബംബിൾ അവനെ ആദ്യം ഒരു ചെറിയ മുറിയിലേക്കും അവിടെ നിന്നും വിശാലമായ മറ്റൊരു മുറിയിലേക്കും കൊണ്ടുവന്നു. ആ മുറിയുടെ ജനലുകൾ വളരെ വലുതായിരുന്നു. ഒരു മേശയുടെ അപ്പുറത്തായി തലനരച്ച 3 മാന്യന്മാർ ഇരിക്കുന്നു. അതിൽ ഒരാൾ പത്രം വായിക്കുന്നു. രണ്ടാമനാകട്ടെ ആമത്തോടിൻ്റെ ആകൃതിയിലുള്ള തൻ്റെ കണ്ണടയിലൂടെ കണ്ണുകളെ ഏതോ പേപ്പറിലേക്ക് സൂക്ഷ്മമായി പിടിച്ചിട്ടുണ്ട്. മൂന്നാമൻ പാതി മയക്കത്തിലാണ്. മിസ്റ്റർ ലിംകിൻസ് ആകട്ടെ അവർക്ക് മുന്നിലായി വലതുവശത്തും ഇടതുവശത്തായി അശ്ലീകരമായ മുഖഭാവവുമായി മിസ്റ്റർ ഗംഫീൽഡ് നിൽക്കുന്നു. തടിച്ച ബൂട്ടുകളിട്ട 2-3 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും അവർക്ക് മുന്നിലൂടെ നടക്കുന്നുണ്ട്. ആമത്തോടിൻ്റെ ആകൃതിയിലുള്ള കണ്ണട ധരിച്ച മനുഷ്യൻ ഇടയ്ക്ക് തൻ്റെ മുന്നിലിരുന്ന പേപ്പറുകളിൽ നിന്നും കണ്ണെടുത്ത് ഒലിവറിനെ നോക്കി. ഈ സമയത്ത് ബംബിൾ
ഒലിവർ ട്വിസ്റ്റിനെ ആ മനുഷ്യൻ ഇരുന്നിരുന്ന മേശയ്ക്കരികിലേക്ക് തള്ളി നീക്കി നിർത്തിയിട്ട് ബഹുമാനത്തോടെ പറഞ്ഞു, അല്ലയോ ഏമാനെ, ഇതാണ് ആ കുട്ടി. ബമ്പിളിന്റെ ശബ്ദം കേട്ട് പത്രം വായിച്ചുകൊണ്ടിരുന്ന മാന്യൻ അതിൽ നിന്നും കണ്ണെടുത്ത് ഒലിവറെ സൂക്ഷിച്ചു നോക്കി. ഉറക്കം തൂങ്ങിയിരുന്ന മൂന്നാമൻ ഞെട്ടിയുണർന്ന് ഒലിവറെ നോക്കി. ഹാ, ഇതാണോ ആ ചെക്കൻ? ആമക്കണ്ണടക്കാരൻ ആരാഞ്ഞു. അതെ സർ, ഇതുതന്നെയാണ് ആ ചെക്കൻ. ഇത്രയും പറഞ്ഞിട്ട് ബമ്പിൾ ഒലിവറിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പതുക്കെ പറഞ്ഞു, സാറന്മാരെ താണുവണങ്ങൂ. ഒലിവർ ഞെട്ടിയുണരുന്നതുപോലെ ജാഗ്രതയോടെ നിൽക്കുകയും തനിക്ക് കഴിയാവുന്ന വിധം തൻ്റെ മുന്നിലിരിക്കുന്ന മാന്യന്മാരായ മനുഷ്യരെ തലകുനിച്ച് വണങ്ങുകയും ചെയ്തു. ഒലിവർ ആമക്കണ്ണടക്കാരൻ്റെ തലയിലേക്ക് സൂക്ഷിച്ചു നോക്കി. വെള്ളച്ചായമടിച്ച ഭിത്തി പോലെ അയാളുടെ തല വെളുത്തിരിക്കുന്നു. അവൻ അപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. വളരെ നല്ലത്. ഞാൻ മനസ്സിലാക്കുന്നത് നിനക്ക് പുകക്കുഴൽ വൃത്തിയാക്കുന്ന പണി ഇഷ്ടമാണെന്ന് തന്നെയാണ്. മജിസ്ട്രേറ്റ് ഒലിവറിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സർ, അവൻ ആ പണി തന്നെയാണ് ഏറ്റവും ഇഷ്ടം. മറുപടി പറഞ്ഞത് ബമ്പിളാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തന്നെ ബമ്പിൾ ഒലിവറെ തോണ്ടുകയും കണ്ണുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ താൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന ധ്വനിയായിരുന്നു അപ്പോഴത്തെ ബമ്പിളിൻ്റെ പ്രതികരണം. അപ്പോൾ ഈ തൊഴിലിൽ അവൻ ശോഭിക്കുമായിരിക്കും, അങ്ങനെയല്ലേ? മജിസ്ട്രേറ്റ് വീണ്ടും ചോദിച്ചു. അതെ സർ, ഇതല്ലാതെ മറ്റേതൊരു തൊഴിൽ അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ ഓടിപ്പോയേക്കും, ബമ്പിൾ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. മജിസ്ട്രേറ്റ് തൊട്ടടുത്ത് നിന്ന ഗംഫീൽഡിൻ്റെ മുഖത്തേക്ക് തലതിരിച്ചു. നിങ്ങൾ ഇവനെ സ്വന്തം മകനായി തന്നെ കാണുമെന്നും ഇവനെ നിങ്ങളുടെ തൊഴിലിൽ പ്രാവീണ്യമുള്ളവനാക്കുമെന്നും ആവശ്യത്തിന് ഭക്ഷണം നൽകുമെന്നും ഈ കോടതിക്ക് ഉറപ്പിക്കാമല്ലോ, അല്ലേ? ഗംഫീൽഡ് തനിക്ക് കഴിയാവുന്നിടത്തോളം വിനയം നടിച്ചുകൊണ്ട് തൊഴുകയോടെ പറഞ്ഞു. സർ, ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. നിങ്ങളൊരു പരുക്കൻ സ്വഭാവത്തിനുടമയും വായാടിയും ആണെങ്കിലും നിങ്ങളുടെ തുറന്നു പറച്ചിലിൽ അല്പം നല്ല മനസ്സുകൂടി കാണുന്നുണ്ട്. മജിസ്ട്രേറ്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ മേശപ്പുറത്തിരുന്ന മഷിക്കുപ്പിയിലേക്ക് പേനമുക്കി തൻ്റെ മുന്നിലിരിക്കുന്ന കരാർ പത്രത്തിൽ ഒപ്പിട്ടു. ഈ മജിസ്ട്രേറ്റ് പകുതി മാത്രം കാഴ്ചയുള്ളവനും കുട്ടിത്തം നിറഞ്ഞ സ്വഭാവത്തിൻ്റെ ഉടമയുമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളിൽ പകുതി മാത്രമേ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നുള്ളൂ. മജിസ്ട്രേറ്റ് ചൂണ്ടിക്കാണിച്ച ഭാഗത്ത് ഗംഫീൽഡും ഒപ്പിടുന്നത് പോലെ എന്തോ കുത്തിവരച്ചു. മജിസ്ട്രേറ്റ് ഗംഭീൽഡ് എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തൻ്റെ കണ്ണട മൂക്കിൻ്റെ പാലത്തിലേക്ക് താഴ്ത്തി വെച്ചു. ഒലിവറിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് കഴിഞ്ഞുപോയത്. തൻ്റെ മേശപ്പുറത്തിരുന്ന മഷിക്കുപ്പിയിലേക്ക് മജിസ്ട്രേറ്റ് തൻ്റെ പേനമുക്കി ആ പേപ്പറിൽ ഒപ്പിട്ടതോടെ ഒലിവറിൻ്റെ ജീവിതം മാറിമറിയാൻ തുടങ്ങുകയായിരുന്നു. ഗംഭീൽഡും പേപ്പറിൽ വരച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ആമക്കണ്ണടയിലൂടെ മേശയുടെ മുകളിലൂടെ ഒലിവറിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ വിങ്ങിപ്പൊട്ടി കരയുന്നതും അവൻ്റെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നതും അദ്ദേഹം കണ്ടു. ആ സമയത്ത് അവൻ്റെ മുഖം ഭയം കൊണ്ട് വിളറി വെളുത്തിരുന്നു. ബമ്പിൾ അവനെ ശകാരിക്കുകയും കണ്ണുരുട്ടിക്കാണിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കണ്ടു. അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, എൻ്റെ കുട്ടി, നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ, നീ എന്തിനാണ് സങ്കടപ്പെട്ട് കരയുന്നത്? ഈ സമയത്ത് ബമ്പിൾ അവനെ പിന്നിൽ നിന്നുകൊണ്ട് പിച്ചുകയും മാന്തുകയും ചെയ്യുന്നത് തൊട്ടടുത്തിരുന്ന മാന്യൻ കണ്ടു. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന പത്രം മേശപ്പുറത്ത് വെച്ചിട്ട് തൻ്റെ ശരീരത്തെ അല്പം മുന്നോട്ട് ആഞ്ഞു പിടിച്ചുകൊണ്ട് അല്പം ഒച്ച ഉയർത്തി പറഞ്ഞു, കപ്പിയാരെ, നിങ്ങൾ കുട്ടിയുടെ അടുത്തു നിന്നും അല്പം മാറി നിൽക്കൂ. തുടർന്ന് അദ്ദേഹം ഒലിവറിന് നേരെ തിരിഞ്ഞു. കുഞ്ഞേ, നീ എന്തിനാണ് കരയുന്നത്? നീ ഒന്നും ഭയക്കേണ്ടതില്ല. എന്താണെങ്കിലും ഞങ്ങളോട് പറയാം. ഒലിവർ ട്വിസ്റ്റ് മുട്ടുകുത്തി നിന്ന് തൻ്റെ കൈകൾ പിന്നിലേക്ക് പിണച്ചു വെച്ചുകൊണ്ട് യാചനാസ്വരത്തിൽ കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എന്നെ ആ ഇരുട്ട് മുറിയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ദയവായി ഉത്തരവാകണം. എന്നെ അവർ കൊല്ലുകയോ പട്ടിണിക്കിടുകയോ തല്ലുകയോ അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ക്രൂരനായ ഈ മനുഷ്യനോടൊപ്പം പോകാൻ എന്നെ വിട്ടുകൊടുക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. കൊള്ളാം, ബഹുഭേഷായിരിക്കുന്നു ഒലിവർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ബമ്പിൾ തൻ്റെ ഇരു കൈകളും കണ്ണുകളും ദൈവത്തിലേക്കെന്ന പോലെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് തുടർന്നു. ഇത്രയും കാലം നിന്നെ പോറ്റി വളർത്തിയവരെയാണ് നീ നിന്ദിക്കുന്നത്. നിന്നെപ്പോലെ ധിക്കാരിയായ ഒരു അനാഥനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബമ്പിൾ ഒലിവറിന് നേരെ കയർക്കുന്നത് കണ്ട രണ്ടാമത്തെ മാന്യൻ അയാളെ ശാസിച്ചു. മിസ്റ്റർ കപ്പിയാർ, നിങ്ങൾ നിങ്ങളുടെ നാവടക്കുന്നുണ്ടോ? സർ, ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ബമ്പിൾ കൂടുതൽ വിനയാന്വിതനായി തുടർന്നു. അങ്ങ് എന്നോട് തന്നെയാണോ സംസാരിച്ചത്? അതെ, നിങ്ങൾ നാവടക്കുക. മാന്യനായ മനുഷ്യൻ അല്പം കയർത്തു തന്നെയാണ് ബമ്പിളിന് മറുപടി നൽകിയത്. ബമ്പിൾ ആകെ അമ്പരപ്പിലായി. താൻ അധിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അയാൾ ചിന്തിച്ചത്. ഒരു കപ്പിയാരോട് നാവടക്കാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. കൊള്ളാം, ഇതും വിപ്ലവം തന്നെ. അങ്ങനെ ബമ്പിൾ നിശബ്ദനായി നിന്നു. മജിസ്ട്രേറ്റ് തൻ്റെ ആമക്കണ്ണടയിലൂടെ സഹപ്രവർത്തകരെ നോക്കി അർത്ഥഗർഭമായി തലയാട്ടി. ഇല്ല, ഈ കരാർ ഇവിടെ അവസാനിക്കുന്നു. ഈ കരാർ ഇനി വെറും പേപ്പർ കഷ്ണം മാത്രമാണ്. ഈ കുട്ടിയെ ഉടനെ തന്നെ ആ അഗതി മന്ദിരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് അവനോട് അല്പം ദയയോടെ പെരുമാറുക. അവൻ ആവശ്യമുള്ളതെല്ലാം നൽകുക, അദ്ദേഹം ഉറക്കെ പറഞ്ഞു. അങ്ങനെ ബമ്പിൾ ഒലിവറയും കൊണ്ട് തിരിച്ച് അഗതി മന്ദിരത്തിലെത്തി. അവനെ വീണ്ടും ഇരുട്ടുമുറിയിൽ തന്നെ അടച്ചു, കഠിനമായി പീഡിപ്പിച്ചു.
പട്ടിണിക്കിട്ടു. അന്ന് വൈകുന്നേരം വെള്ളക്കോട്ടുധാരിയായ മാന്യൻ പ്രവചിച്ചത്, ഒരു നാൾ ഒലിവർ ട്വിസ്റ്റിനെ തൂക്കിക്കൊല്ലുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ്റെ ശരീരം ഈ തെരുവിലൂടെ വലിച്ചിഴക്കേണ്ടിയും വരും എന്നാണ്. അത് കേട്ട് വിഷണ്ണനായ മിസ്റ്റർ ബംബിൾ തലയാട്ടി. ബംബിൾ ആ നിമിഷം വരെയും ചിന്തിച്ചിരുന്നത് എല്ലാം തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുമെന്നായിരുന്നു. മിസ്റ്റർ ഗംഫീൽഡും ആ നിമിഷം വരെയും ചിന്തിച്ചിരുന്നത് ഒലിവർ തന്നോടൊപ്പം പോരുമെന്നാണ്. എല്ലാം ഇങ്ങനെ വിപരീതമായി പര്യവസാനിക്കുമെന്ന് ആരും ചിന്തിച്ചില്ല. തൊട്ടടുത്ത ദിവസം തന്നെ അഗതി മന്ദിരത്തിൻ്റെ ഗേറ്റിൽ പൊതുജനങ്ങൾ കാണാനായി ഒലിവർ ട്വിസ്റ്റിനെ വിൽപ്പനയ്ക്ക് എന്ന പരസ്യം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തുകയിൽ മാറ്റമുണ്ടായിരുന്നില്ല. അവനെ ഏറ്റെടുക്കുന്നവർ ആരായാലും ശരി, അവർക്ക് 5 പൗണ്ട് നൽകാൻ പള്ളി ഒരുക്കമായിരുന്നു.